സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കടമ്പകളേറെ. നവംബർ 1 മുതൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് അധികമായി കണ്ടെത്തേണ്ടത് 10,000 കോടി രൂപ. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള മാർഗങ്ങൾ തേടി സർക്കാർ. പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജാള്യത മറയ്ക്കാനുമുള്ള തന്ത്രമെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ നേരിടേണ്ടത് സങ്കീർണ നടപടികൾ. കേരളം ഏകപക്ഷീയ നിലപാടെടുത്താൽ നിയമ പോരാട്ടത്തിലേക്ക് നീണ്ടേക്കും. പുതിയ നിലപാട് CPIയെ കബളിപ്പിക്കാനെന്ന് VD സതീശൻ. പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിവേകപൂർവ്വമുള്ള തിരുത്തലെന്ന് സമസ്ത. റിപ്പോർട്ടർ TVക്കെതിരെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ ഫയൽ ചെയ്തത് 100 കോടിയുടെ മാനനഷ്ട കേസ്. കർണാടക ഭൂമി ഇടപാടുമായി ബന്ധമില്ലെന്നും തുടർച്ചയായി വ്യാജ വാർത്തകൾ നൽകിയെന്നും നോട്ടീസ്. 7 ദിവസത്തിനകം വാർത്ത പിൻവലിക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. മകൻ അജയകുമാർ അറസ്റ്റിൽ. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി S നമ്പൂതിരിയെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാവാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറിയൊഴിച്ചു. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 10% കുറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 57% നിന്ന് 47% കുറച്ചത് ബുസാങ്ങിലെ നിർണായക ചർച്ചകൾക്കു പിന്നാലെ. നിലവിലെ കരാർ 1 വർഷം കൂടി നീട്ടും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സഹകരണം മെച്ചപ്പെടുത്താൻ തുടർ ചർച്ചകൾക്ക് നീക്കം. ട്രംപ് ഏപ്രിലിൽ ചൈന സന്ദർശിച്ചേക്കും. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം വൈകിട്ട് 3 മണി മുതൽ. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന് രാജസ്ഥാൻ യുണൈറ്റഡ് FC-യുമായി. കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടെ സർക്കാരിന് പുതിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കടമ്പകളേറെയാണ്. നവംബർ 1 മുതൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് അധികമായി കണ്ടെത്തേണ്ടത് 10,000 കോടി രൂപയാണ്. സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസമെന്ന് ധനമന്ത്രി എത്ര തന്നെ ആവർത്തിച്ചാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള മാർഗങ്ങളാകും സർക്കാർ തേടുക. വരുമാനത്തിന്റെ ഏറിയ പങ്കും ശമ്പളം, പെൻഷൻ, പരിശീലനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നിലവിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും പണമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയാണ്. 1 വർഷത്തോളം പെൻഷൻ കുടിശ്ശികയുള്ള പല ക്ഷേമനിധി ബോർഡുകൾ വേറെ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക പോലും നൽകാനാകുന്നില്ല. നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷനായ 1,600 രൂപ നൽകുന്നത് പോലും പെൻഷൻ കമ്പനി രൂപീകരിച്ചാണ്. ഈ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും അധിക ബാധ്യതയുടെ പേരിലാണ് കേന്ദ്രം പല വിഹിതവും വെട്ടിക്കുറച്ചിട്ടുള്ളത്. ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നതിനെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നിലപാടിനെതിരെ നിയമ പോരാട്ടം വരെ നടത്തുകയാണ് കേരളം. GST ഉൾപ്പെടെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതിൽ കേരളം കടുത്ത ഞെരുക്കത്തിലുമാണ്. ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വീണ്ടും 10,000 കോടി അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നതോടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പല ഫണ്ടും അവതാളത്തിലാകും. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലാകുമ്പോൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനായി മറ്റു മാർഗങ്ങൾ സർക്കാരിന് തേടേണ്ടി വരും. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് തന്നെയാകും സർക്കാരിന് മുന്നിലെ ഏക വഴി. ഇപ്പോൾ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ 25% പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടുതൽ കടക്കണിയിലേക്കാകും തള്ളിവിടുക എന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. 4.5 കൊല്ലം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു സർക്കാർ. LDF അധികാരത്തിൽ വരും മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണെന്നും 4.5 കൊല്ലം ഇത് ചെയ്തില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നത് CPM ക്യാപ്സ്യൂളാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പം 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മോദി സ്റ്റൈലിലേക്കാണ് പിണറായിയുടെ നോട്ടമെന്നും KC വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. 5 വർഷം മുമ്പ് വന്ന ഗവൺമെൻറ് അന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പം PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ നേരിടുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ്. മന്ത്രിസഭാ ഉപസമിതിക്ക് കേന്ദ്ര പദ്ധതിയിന്മേൽ കൂടുതൽ പുനഃപരിശോധന നടത്താനും കഴിയില്ല. കേരളത്തിന് ഏകപക്ഷീയമായി നിലപാടെടുക്കാനാകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയാൽ മറ്റൊരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കും. സാമ്പത്തിക ഞെരുക്കത്തിനിടെ വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന് കിട്ടേണ്ട കോടികളുടെ ഫണ്ടുകൾ പാഴാക്കിയെന്ന ആക്ഷേപത്തിനും സർക്കാർ മറുപടി നൽകേണ്ടി വരും. PM ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കരാർ റദ്ദാക്കാനും പിൻവലിക്കാനും അധികാരമുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കുമെന്നും PM ശ്രീ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകളുടെ പ്രധാന ലക്ഷ്യം ഇതാണെന്നും MOU പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ഏത് രീതിയിലുള്ള പുനഃപരിശോധനയാകും പദ്ധതിയിന്മേൽ നടത്താനാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തു മാറ്റം വരുത്തിയാലും കേന്ദ്രമാണ് അന്തിമമായ അംഗീകാരം നൽകേണ്ടത്. ഒപ്പിട്ട് കഴിഞ്ഞ പദ്ധതി എത്ര കാലം മരവിപ്പിച്ച് സംസ്ഥാനത്തിന് നീട്ടിക്കൊണ്ടുപോകാനാകും എന്നതും മറ്റൊരു ചോദ്യമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി കത്തയക്കുമ്പോൾ കേന്ദ്രത്തിന്റെ തുടർ നീക്കവും ഈ വിഷയത്തിൽ പ്രധാനമാണ്. സർവശിക്ഷാ അഭിയാനിൽ 300 കോടി രൂപ കേരളത്തിന് അനുവദിക്കാനിരിക്കുമ്പോഴാണ് PM ശ്രീയിൽ നിന്ന് പിന്നോട്ടു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഫണ്ടുകളും കേരളത്തിന് ലഭ്യമാകില്ല എന്നതും ഉറപ്പായി കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന് കിട്ടാവുന്ന കേന്ദ്ര ഫണ്ടിന്റെ കാര്യം പ്രതിസന്ധിയിലാകുന്നത്. അതേസമയം PM ശ്രീയിൽ നിന്ന് കേരളത്തിലെ ഏകപക്ഷീയമായി പിന്മാറാനാകില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്താൽ നിയമ പോരാട്ടത്തിനായി കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും. കേന്ദ്രവുമായി അതിവേഗത്തിൽ ഒപ്പിടുകയും അതിവേഗത്തിൽ പിന്മാറുകയും ചെയ്ത PM ശ്രീയുടെ കാര്യത്തിൽ കേരളം നേരിടാൻ പോകുന്ന സങ്കീർണതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചത് CPIയെ പറ്റിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരും അറിയാതെ പോയി ഒപ്പുവച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് പറയാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനാണ്? എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേരളം കടക്കണിയിലേക്ക് പോവാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് പൈസ വന്നത്? ഒരു പൈസയും വരുന്നില്ല. അതിന് വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി കൂടി വന്ന് 2-3 മാസം കൊടുത്താൽ മതിയല്ലോ. PM ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹമെന്നും കരാറിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ കാസർഗോഡ് പറഞ്ഞു. അതിൽ നിന്ന് പിന്മാറേണ്ടതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ പോകാം. പക്ഷേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുള്ളതായി അറിയില്ല. മുഖ്യമന്ത്രി പറയുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചു എന്നാണ്. അതിന് സബ് കമ്മിറ്റി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുകിടത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്.
PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം നിരാശാജനകമെന്ന് BJP നേതാവ് MT രമേശ്. വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീയെ ന്യായീകരിച്ചത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. പിന്മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം അറിയാൻ താൽപ്പര്യമുണ്ട്. CPI എതിർപ്പ് മാത്രമല്ല പിന്മാറാനുള്ള തീരുമാനം. സമസ്തയെയും ജമാഅത്തെ ഇസ്ലാമിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും സന്തോഷിപ്പിക്കാനുള്ള നടപടിയാണിത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മതമൗലികവാദ സംഘടനയുടെ മുന്നിൽ സർക്കാർ മുട്ടുമടക്കുന്നുവെന്നും MT രമേശ് തൃശൂരിൽ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് ഇത് ആളുകളെ ബുദ്ധികളാക്കുന്ന സമീപനമാണ്. PMC പദ്ധതി പിൻവാങ്ങുന്നതോടുകൂടി കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നഷ്ടമാവുകയാണ്. ആ നഷ്ടത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ നഷ്ടമെന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്നേഹികൾക്കുള്ള നഷ്ടമാണ്, അധ്യാപകർക്കും രക്ഷിതാക്കന്മാർക്കുമുള്ള നഷ്ടമാണ്. അതുകൊണ്ട് ഇതിന് ജനങ്ങളോട് മറുപടി പറയാൻ അവർ നിർബന്ധിതരാകും. ആളുകളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന സമീപനം ഈ സർക്കാർ അവസാനിപ്പിക്കണം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇയാളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതിനാൽ കാലാവധി നീട്ടിക്കിട്ടാനായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. മന്ത്രി VN വാസവനെതിരെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ അലവിൽ യുവമോർച്ച പ്രവർത്തകരാണ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലായിരുന്നു പ്രതിഷേധം. സമസ്തയിലെ രൂക്ഷമായ ഭിന്നത പരിഹരിക്കാൻ സമവായവുമായി നേതാക്കൾ. 100ാം വാർഷിക സമ്മേളന പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മൈൻ ഹാജി ചെയർമാനും മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായ 7-അംഗ സമിതിക്ക് രൂപം നൽകി. മുഷവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാനും ധാരണയായി. സമസ്തയിലെ ഇരുവിഭാഗങ്ങളും തമ്മിലെ തർക്കം പരിഹരിക്കാൻ ഏകദേശ ധാരണയായി. 100ാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സമവായത്തിലെത്തിയത്. സമസ്തയിലെ ലീഗ് അനുഭാവികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ആശയപ്രശ്നം പരിഹരിക്കാനാണ് സമവായത്തിലെത്തിയിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെട്ട സമിതി മഞ്ചേരിയിൽ യോഗം ചേർന്നിരുന്നു. 100ാം വാർഷിക സമ്മേളനം ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഭാരവാഹിയായ MC മായിൻ ഹാജിയാണ് സമിതിയുടെ ചെയർമാൻ. ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പ്രതിനിധിയും സമസ്ത ജനറൽ മാനേജറുമായ K മോയിൻകുട്ടി മാസ്റ്ററാണ് കോർഡിനേറ്റർ. ലീഗ് അനുകൂലികളായ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി എന്നിവരും ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഇബ്രാഹിം ഫൈസി പേരാൽ, സലാവുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവരും ചേർന്നതാണ് സമിതി. സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും തീരുമാനമെടുക്കുക ഈ സമിതിയായിരിക്കും. ഇതോടെ സമ്മേളന പ്രവർത്തനങ്ങളിലെ നിസ്സഹകരണം ലീഗ് അനുകൂല വിഭാഗം അവസാനിപ്പിക്കും. ലീഗ് അനുകൂല മുഷാവറ അംഗമായിരുന്ന മുസ്തഫ ഫൈസിയുടെ സസ്പെൻഷൻ റദ്ദാക്കി മുഷാവറയിലേക്ക് തിരിച്ചെടുക്കാനും ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നം പരിഹരിക്കേണ്ടത് ലീഗിന്റെ കൂടി ആവശ്യമാണ്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 10% കുറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുസാങ്ങിലെ നിർണായക ചർച്ചകൾക്കു പിന്നാലെയാണ് 57% നിന്ന് 47% കുറച്ചത്. നിലവിലെ കരാർ 1 വർഷം കൂടി നീട്ടാനും തീരുമാനമായി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സഹകരണം മെച്ചപ്പെടുത്താൻ തുടർ ചർച്ചകൾ നടക്കും. ഇതിനായി ട്രംപ് ഏപ്രിലിൽ ചൈന സന്ദർശിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ധാതുവസ്തുക്കളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുവെന്നും ഇനി വിതരണത്തിനോ വ്യാപാരത്തിനോ തടസ്സമുണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വീണ്ടും വാങ്ങുന്നതിന് ചൈന നടപടികൾ സ്വീകരിച്ചിരുന്നു. കൂടിക്കാഴ്ച ഫലപ്രദമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയെ വീണ്ടും മഹത്വവൽക്കരിക്കുന്നതിന് ചൈനയുടെ വികസനം തടസ്സമല്ലെന്ന് ഷീ ജിൻപിങ് പ്രതികരിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാവാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ചു. ആയൂർ വഞ്ചിപ്പേട്ടി ഈട്ടിവിള തെക്കേതിൽ വീട്ടിൽ 36 വയസ്സുള്ള റജില ഗഫൂറിനാണ് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോയിരുന്നു. മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ഭസ്മവും തകിടും തനിക്ക് വേണ്ടെന്ന് പറഞ്ഞതോടെ റജിലയും സജീറും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് അടുപ്പിലിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. റജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി റജിലയെ ആശുപത്രിയിലെത്തിച്ചു. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ടെന്ന് റജിലയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് പറഞ്ഞു. ഭർത്താവ് സജീറിനെതിരെ പോലീസ് കേസെടുത്തു. കാരണം ഇതിനു മുന്നേ ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ഒരു ഉസ്താദ് എൻ്റെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് തലക്കിഴിയാൻ തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ ഇരുന്നില്ല. അതിന് പ്രതികരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിച്ചു തരാൻ പറഞ്ഞ് ആ ഉസ്താദിനോട് ഞാൻ എതിർത്ത് കുറെ സംസാരിച്ച്. അപ്പൊ ഉസ്താദ് തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചിന് ഇഷ്ടമല്ലേ ചെയ്യേണ്ട, മാറ്റി വയ്ക്കാൻ പറഞ്ഞ്. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് 1ാം പ്രതി. രണ്ടാനമ്മ ദേവിക അന്തർജനം എന്ന റംല ബീഗമാണ് 2ാം പ്രതി. 2013 ഏപ്രിൽ 29-നാണ് അതിഥി മരിച്ചത്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് മദ്യലഹരിയിലായിരുന്ന മകൻ വിജയകുമാരിയെ കറിക്കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി 11:45ഓടെയാണ് സംഭവം. ഭാര്യയുമായി അകന്നതിന് ശേഷം കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിലെ വീട്ടിൽ അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു അജയകുമാർ. സൈനിക കോട്ടയിൽ ലഭിച്ച മദ്യം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട അജയകുമാർ രാത്രി വീണ്ടും മദ്യക്കുപ്പി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടയുകയും വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. തർക്കം രൂക്ഷമായതോടെ അജയകുമാർ കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തി. വിജയകുമാരി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പിന്നാലെ ഓടിയ അജയകുമാർ വിജയകുമാരിയെ കിണറിന് സമീപത്ത് വച്ച് കഴുത്തിലെയും കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ മുറിച്ചാണ് കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് മൃതദേഹം കത്തിക്കാനും ശ്രമിച്ചു. ഇളയ മോൻ്റെ ഫോണിൽ ക്യാമറയുണ്ട്, അതുവഴിയാണ് വെളിയിൽ അറിഞ്ഞത്. ഇളയ മോന് മറ്റേ നേവിയിൽ ജോലിയുണ്ട്. മോനാണ് വിളിച്ച് ഇവിടെ അയൽവാസിയെടുത്ത് പറഞ്ഞത്. വെട്ടിക്കൊന്നിട്ടിട്ട് മദ്യം ഒഴിച്ച് പുറത്തൂടെ ഒഴിച്ചിട്ട് കത്തിക്കാൻ. ആണ് നാട്ടുകാർ അറിഞ്ഞ് കയറിച്ചാടി, മതിൽ കയറിച്ചാടി. പെട്ടെന്നൊന്നും കയറിച്ചാടാൻ ഒക്കില്ല, ഇത് നല്ല പൊക്കമാണ്. അങ്ങനെ കയറിച്ചാടിയാണ് അവർ പിടിച്ച് കീഴടക്കിയാണ്. നേമം പോലീസ് സ്ഥലത്തെത്തി വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെ പ്രശംസിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. PM ശ്രീയിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം വിവേകപൂർണമായ തിരുത്തലാണ് എന്നാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിലെ പ്രശംസ. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മതേതര കേരളത്തിൽ കുത്തിത്തിരുകാനുള്ള തിടുക്കമാണ് ഇതോടെ പൊളിച്ചെഴുതിയതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച CPIക്കും പ്രശംസയുണ്ട്. PM ശ്രീ വിവേകപൂർവമായ കീഴടങ്ങലെന്ന തലക്കെട്ടോടുകൂടി സമസ്ത മുഖപത്രം സുപ്രഭാതം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് പദ്ധതിയിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രശംസിക്കുന്നത്. PM ശ്രീയിൽ സംഭവിച്ച വീഴ്ച ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത വിധം അക്ഷന്തവ്യമായ അപരാധമാണെങ്കിലും അത് തിരുത്താനുള്ള ആർജവം അംഗീകരിക്കുക തന്നെ വേണമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി മതേതര കേരളത്തിൽ കുത്തിത്തിരികാനുള്ള തിടുക്കമാണ് ഇതോടെ പൊളിച്ചെഴുതിയത്. അംഗബലത്തിന്റെ കണക്ക് നോക്കാതെ സങ്കീർണമായ വിഷയത്തിൽ തിരുത്തലിന് വഴിപ്പെടാനുള്ള തീരുമാനം ഇടത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ ധാരണയുടെ തെളിച്ചം കൂട്ടുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. CPIയുടെ തുറന്ന എതിർപ്പ് തന്നെയാണ് PM ശ്രീയിൽ വീണ്ടും വിചാരത്തിന് സർക്കാരിനെ നയിക്കുന്ന CPMനെ പ്രേരിപ്പിച്ചതെന്നും പരാമർശമുണ്ട്. ഭരണമുന്നണിയിൽ എതിർപ്പ് തുടരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അറിവുള്ള ഭരണ നേതൃത്വം എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന കാര്യം അജ്ഞാതമാണെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധനവ് തുച്ഛമെങ്കിലും രാപ്പകൽ സമരത്തിന്റെ വിജയമാണെന്ന് ആശാപ്രവർത്തകർ. മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിക്കും വരെ സമരം തുടരും. ഭാവി സമരപരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം ഇന്ന് ചേരും. 263 ദിവസം നീണ്ട സമര പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് സർക്കാർ ഓണറേറിയത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചത്. വളരെ തുച്ഛമായ വർധനവ് മാത്രമാണിതെന്നും വരും ദിവസങ്ങളിലും സമരം തുടരുമെന്നും ആശാ സമരസമിതി വ്യക്തമാക്കി. ഞങ്ങൾ പ്രഖ്യാപിച്ചതിൽ ഉറച്ചു നിന്ന് തന്നെയാണ് പോകുന്നത്. കാരണം മിനിമം കൂലി ഇവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം കൂലിയാണ്. അതേത് പണിയെടുക്കുന്നവർക്കാണെങ്കിലും
മിനിമം കൂലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഈ നേട്ടം 1000 രൂപ എന്ന് പറയുന്ന നേട്ടം ഇത് ഈ സമരത്തിൻ്റെ നേട്ടമാണ്. അത് അവകാശപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. പ്രതിദിനം 33 രൂപയുടെ വർധന മാത്രമാണ് വന്നിട്ടുള്ളത്. ഇത് മിനിമം കൂലി എന്ന ആവശ്യത്തിനടുത്തു പോലും എത്തുന്നില്ലെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും ആശമാർ പറയുന്നു. ഭാവി സമരപരിപാടികൾ ആലോചിക്കാൻ സമരസമിതി ഇന്ന് പ്രത്യേക യോഗം ചേരും. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ആശമാരുടെ സമരം ഇന്ന് 264 ദിവസത്തിലാണ്. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഛാത്ത് പൂജയെ കോൺഗ്രസ് അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് രാജ്യത്തിന്റെ ആഘോഷമാണെന്നും അമ്മമാർ ഈ അപമാനം മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിലൂടെ ബീഹാർ ജനത ഇതിന് മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു. ബീഹാറിലെ മുസഫർപുരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛാത്ത് പൂജയ്ക്ക് യുനെസ്കോയുടെ പൈതൃക പദവിക്കായി ശ്രമിക്കുകയാണെന്നും അപ്പോഴാണ് പ്രതിപക്ഷം അതിനെ അപമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൂജയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് നാടകമാണെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസ്താവന വിവാദമായിരുന്നു. കാർഷിക സർവകലാശാലയിൽ പുതുതായി പ്രവേശിച്ച 2025 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 15,000-ൽ നിന്ന് 50,000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കനത്ത പോലീസ് വലയം മറികടന്ന് പ്രതിഷേധക്കാർ ക്യാമ്പസിലേക്ക് ഇരച്ചു കയറുകയും കോളേജിന്റെ നടുത്തളത്തിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. സർവകലാശാല വൈസ് ചാൻസലറുടെ ഏകാധിപത്യ നടപടി അവസാനിപ്പിക്കണമെന്നും ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും SFI നേതൃത്വം ആവശ്യപ്പെട്ടു. ഫീസ് വർധനവിനെതിരെ കഴിഞ്ഞ 3 മാസമായി സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രതിഷേധ പരിപാടികൾ നടത്തിവരികയാണ്. പടന്നക്കാട് കാർഷിക കോളേജിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിന് ജില്ലാ സെക്രട്ടറി പ്രണവ്, SFI ജില്ലാ പ്രസിഡന്റ് ഋഷിത പവിത്രൻ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം ABVP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി. അക്കാദമിക് കൗൺസിലിന്റെ തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളിൽ പിൻവലിക്കണമെന്നാണ് ആവശ്യം. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം സർക്കാരിന്റെ ദുർഭരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ S. അക്ഷയ്, R. അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ മുട്ടുകുത്തിച്ചുകൊണ്ട് ABVPക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാൻ അനുമതി നൽകാൻ സാധ്യത. കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി ഇന്ന് ചേരുന്ന യോഗത്തിലാണ് ഫ്രഷ് കട്ട് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും റിപ്പോർട്ട് ഫ്രഷ് കട്ടിന് അനുകൂലമാണ്. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും നിരപരാധികൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകില്ലെന്നും ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്ലാന്റ് തുറക്കാനുള്ള അനുമതി നൽകേണ്ട കാര്യത്തിൽ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നത്. നിബന്ധനകൾ പാലിച്ചു മാത്രമേ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ. ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും റിപ്പോർട്ടും ഫ്രഷ് കട്ടിന് അനുകൂലമാണ് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇന്നലെ ചേർന്ന യോഗത്തിൽ സംഘർഷത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നടപടിയെടുക്കാനും ദുർഗന്ധത്തിന് കാരണം കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് നിയമലംഘനം കണ്ടെത്തിയാലും പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കും എന്നും കളക്ടർ ഇന്നലെ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനിടെ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിലായി. SDPI പ്രാദേശിക നേതാവായ കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാറിനെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 13ആയി. അമൃത ന്യൂസ്, കോഴിക്കോട്. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നു. അടർന്നു നിൽക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. തീപിടുത്തത്തിന് ശേഷം കച്ചവടം കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ.
മെയ് 18 വൈകുന്നേരമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാകുന്നതും മുകൾ ഭാഗത്തെ മുഴുവൻ സ്ഥാപനങ്ങളും കത്തിയമരുന്നതും. തുടർന്ന് വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കെട്ടിടം നവീകരിക്കാമെന്ന ഉറപ്പിൽ വ്യാപാരികൾ വീണ്ടും സ്ഥലത്ത് കച്ചവടം ആരംഭിച്ചത്. എന്നാൽ മാസം 6 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിനിടെ കെട്ടിടത്തിൽ ഇരുമ്പ് ഷീറ്റുകൾ അടർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റതോടെ ആളുകളും ആശങ്കയിലാണ്. അതേസമയം വരുമാനം കുത്തനെ കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. ഇവിടെ അത് പൊളിഞ്ഞ് വീണ് ഓരോന്നും അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടും നന്നാക്കി തന്നിട്ടില്ല. പിന്നെ ഭീമമായ വാടകയാണ്, 50,000 രൂപ ഒരു മാസം വരും. ഒന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കുറേ കാലമായി കോവിഡിൻ്റെ ഒക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞ് കുറച്ച് തന്നിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കച്ചവടവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ പൈസ വാടകയൊക്കെ എങ്ങനെ കൊടുത്തു പോകുക? അത് കൊടുത്തില്ല, അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഒക്കെ എടുക്കും. ഒന്നും തീരെ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. വളരെ മോശമാണ് കച്ചവടം. ഇതോടെ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കെട്ടിട മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കെട്ടിടം നവീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് കച്ചവടക്കാർ. അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ ഏകദിന ലോകകപ്പിന്റെ 2ാം സെമി ഇന്ന് നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ടൂർണമെന്റിൽ തോൽക്കാതെ 13 പോയിന്റോടെ ഒന്നാമതുള്ള ഓസ്ട്രേലിയ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാകും. മത്സരം ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക. ജയിക്കുന്ന ടീം നവംബർ 2 നടക്കുന്ന ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടും. നവി മുംബൈയിലാണ് ഫൈനൽ. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇന്നിറങ്ങും. രാജസ്ഥാൻ യുണൈറ്റഡ് FCയുമായാണ് മത്സരം. ഇരു ടീമുകളും ആദ്യമായാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ബൂട്ടണിയുന്നത്. ബാംബോളിം GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4:30 മുതലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.